ഫ്രീ ഫയറിൽ പലതരം ഗണ്ണുകളുണ്ട് എങ്കിൽ ഗൈസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗണ്ണുകളാണ് സ്നൈപ്പേഴ്സ്. എയിം അസിസ്റ്റ് ഇല്ലാതെ ഹൈ ഡാമേജ് ഉള്ള സ്നൈപ്പേഴ്സിൽ നിങ്ങൾക്ക് എങ്ങനെ കളിച്ച് പ്രോ ആകാം. ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്നൈപ്പേഴ്സിന്റെ ബേസിക് മുതൽ എനിമീസിനെ അടിച്ചുറക്കാനുള്ള ക്യാരക്ടർ സ്കില്ല് വരെ പറയുന്നുണ്ട്. സോ എല്ലാ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഗൈസ് സ്നൈപ്പറിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സെൻസിറ്റിവിറ്റി. നിങ്ങളുടെ കളിയുടെ 150% ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്നൈപ്പർ സെൻസിറ്റിവിറ്റി. ഗൈസ് BR CS നിങ്ങൾക്ക് ഒരു കിടിലൻ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ സെൻസിറ്റിവിറ്റി പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. സെൻസിറ്റിവിറ്റി ഇടാൻ ഞാൻ പറഞ്ഞുതരാം. സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ജനറൽ സെൻസിറ്റിവിറ്റി ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്നൈപ്പർ സ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ ഇതുപോലെ സെൻസിറ്റിവിറ്റി 100-150 ഒക്കെ ഇട്ടാൽ നിങ്ങളുടെ ബുള്ളറ്റ് എനിമിയിൽ കൊള്ളാതെ പെർഫെക്റ്റ് ആയിട്ട് പുറത്തോട്ട് പോകുന്നതായിരിക്കും. കാരണം നിങ്ങൾ 100-150 സ്നൈപ്പർ സ്കോപ്പ് ഇട്ടാല് നിങ്ങളുടെ സ്കോപ്പിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ചധികം പാടായിരിക്കും. ഇതുപോലെ. ഇനി ഇതിനെ പേടിച്ച് നിങ്ങൾ സെൻസിറ്റിവിറ്റി നന്നായിട്ട് കുറച്ചിട്ടാലോ ഇതുപോലെ നിങ്ങൾക്ക് എനിമിയുടെ അടുത്തേക്ക് സ്കോപ്പ് നീക്കാൻ നല്ല എഫേർട്ടും വേണ്ടി വരും, കുറച്ച് ടൈമും എടുക്കും. ഗൈസ് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ആ എനിമി നമ്മളെ പെട്ടിയാക്കും. സോ ബെസ്റ്റ് റിഫ്ലക്സിനും അതുപോലെ തന്നെ ബെസ്റ്റ് ബാലൻസിനും വേണ്ടി ഞാൻ പറയും സെൻസിറ്റിവിറ്റി 25-60 ഇടയിലൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാം. ഗൈസ് ഞാൻ സെൻസിറ്റിവിറ്റി കീപ്പ് ചെയ്യൽ 26-29 റേഞ്ചിലൊക്കെയാണ്. ഞാൻ കൂടുതലും BR മാച്ചാണ് കളിക്കല്. നിങ്ങളിപ്പോൾ ഷോർട്ട് റേഞ്ചിൽ അതുപോലെ തന്നെ ഒരു CS പ്ലെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 40-45 പ്രിഫർ ചെയ്യാം. സോ ഗൈസ് അത്രയേ ഉള്ളൂ സെൻസിറ്റിവിറ്റി. നമ്മുടെ രണ്ടാമത്തെ ബേസിക്കാണ് ക്വിക്ക് വെപ്പൺ സ്വിച്ച് എന്നുള്ളത്. കൂടുതൽ പ്ലേയേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു വെക്കുകയാണ്. സോ ക്വിക്ക് വെപ്പൺ സ്വിച്ച് യൂസ് ചെയ്യാത്ത ഏതൊരു പ്ലെയർ അത് മസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അതെങ്ങനെ ഓൺ ആക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ് അതിന് നിങ്ങൾ സെറ്റിംഗ്സ് പോവുക, കൺട്രോൾസ് എടുക്കുക, അസിസ്റ്റൻസിൽ വരിക. അതിനുശേഷം ഈ ക്വിക്ക് വെപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ഓൺ ആക്കി വെക്കുക. ശേഷം നിങ്ങളുടെ സ്വന്തം കസ്റ്റം HUD വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് പറ്റിയൊരു സൈഡ് വെക്കുക. ഇനി ഇതിന്റെ ഉപകാരം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഗെയിം വന്ന് ഈ ബട്ടൺ ഇങ്ങനെ നെക്കിയാൽ കാണും ഓട്ടോമാറ്റിക് തന്നെ ഗണ്ണ് ഇങ്ങനെ സ്വിച്ച് ആവുന്നത്. ഈ ബട്ടൺ നിങ്ങളുടെ സ്നൈപ്പർ ആറാട്ടിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇവൻ ഭയങ്കര ഉപകാരപ്രദമാണ്. മാത്രമല്ല ഫാസ്റ്റ് ആയിട്ട് സ്നൈപ്പർ സ്വിച്ച് ചെയ്തിട്ടുള്ള ട്രിക്കിനും ഈ ബട്ടൺ വളരെ ഉപകാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോകുന്നത്. ഗൈസ് ഇത്രയുള്ള ബേസിക് ഇതൊക്കെ നിങ്ങൾ ഗെയിം വെച്ച് സെറ്റ് ആക്കണം. ഗൈസ് ഇനിയാണ് ഈ വീഡിയോയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്നൈപ്പർ ട്രിക്ക് പറയാൻ പോകുന്നത്. അതാണ് ഗൈസ് ഇതാണ് ഡബിൾ സ്നൈപ്പർ ഫാസ്റ്റ് സ്വിച്ചിങ്. ഞാൻ സിംഗിൾ സ്നൈപ്പറും പറയുന്നുണ്ട്. ഈ ട്രിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 3 ബട്ടൻ്റെ മാത്രം ആവശ്യമുള്ളൂ. സ്കോപ്പ് ബട്ടൺ, ക്വിക്ക് വെപ്പൺ സ്വിച്ച് ബട്ടൺ ആൻഡ് ഫയർ ബട്ടൺ. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് ആദ്യം നിങ്ങൾ 2 സ്നൈപ്പർ എടുത്ത് ആദ്യം ഒന്ന് ഫയർ ചെയ്യുക, പിന്നെ ക്വിക്ക് വെപ്പൺ അടിക്കുക, അതിനുശേഷം സ്കോപ്പ് ചെയ്യുക, റിപ്പീറ്റ്. ഇത്രയേ ഉള്ളൂ. എനിമിയുടെ മേത്ത് എയിം വെച്ച് നിങ്ങൾക്ക് ഡബിൾ സ്നൈപ്പർ വെച്ച് സിമ്പിളായിട്ട് സ്വിച്ച് ചെയ്ത് കളിക്കുക, അതും നല്ല വേഗതയിൽ. ഗൈസ് നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇത് നോർമൽ ഡബിൾ സ്നൈപ്പിംഗ് ആണെങ്കിൽ ഇതാണ് ഫാസ്റ്റ് ഡബിൾ സ്നൈപ്പിംഗ്. സോ ഗൈസ് നിങ്ങൾ ഡബിൾ സ്നൈപ്പർ ഫാസ്റ്റ് സ്വിച്ചിങ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും സിംഗിൾ സ്നൈപ്പർ എങ്ങനെ ഇതുപോലെ കളിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യാനും വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ഫയർ ചെയ്ത് ക്വിക്ക് വെപ്പൺ അടിച്ച് സ്കോപ്പ് അടിക്കുകയായിരുന്നല്ലോ, എങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മൾ ക്വിക്ക് വെപ്പണിന് പകരം നമ്മൾ റീലോഡാണ് ചെയ്യുന്നത്. സോ ഇതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിംഗിൾ സ്നൈപ്പർ വെച്ച് സ്കോപ്പ് വെച്ച് എനിമീസിനെ അടിച്ചിടാം. ഗൈസ് ഈ ഒരു ട്രിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണെങ്കിലും ഇതിനെക്കാട്ടി ഒരു പെർഫെക്റ്റ് ആയിട്ട് സിംഗിൾ സ്നൈപ്പർ യൂസ് ചെയ്യാൻ ഞാനൊരു വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതാണ് ഒൺലി റീലോഡ് ട്രിക്ക്. ഈ ട്രിക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ് ആൻഡ് ആൾമോസ്റ്റ് സ്നൈപ്പർ യൂസ് ചെയ്യുന്ന എല്ലാ പ്ലേയേഴ്സിനും ഈ ട്രിക്ക് അറിയും ചെയ്യാം. സോ നിങ്ങൾ സ്നൈപ്പർ വെച്ച് എനിമിയിലോട്ട് എയിം വെച്ച് ഷോട്ട് ചെയ്തതിനു ശേഷം അപ്പം തന്നെ റീലോഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ നോർമലായിട്ട് സ്നൈപ്പറോട് ഫയർ ചെയ്യുമ്പം അടുത്ത ബുള്ളറ്റ് ഫയർ ചെയ്യാൻ ചെറിയൊരു ഡിലേ വരും. റീലോഡ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ലാഗ് വരും. എങ്കിലും ഗൈസ് നോർമൽ സ്നൈപ്പർ ഡിലേനെക്കാട്ടി എത്ര ബെറ്റർ ആണ് ഈ റീലോഡ് എന്ന് വെച്ചാൽ. മാത്രമല്ല ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഗ്ലൂ വാളോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കവറും ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മുടെ സ്നൈപ്പറിന്റെ സ്വിച്ച് ആൻഡ് ട്രിക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടാണ് ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ. ഗൈസ് നമ്മളൊരു സ്നൈപ്പർ പ്ലെയർ ആണെങ്കിൽ സ്നൈപ്പർ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ തന്നെ ഉപയോഗിക്കണം. ഗൈസ് ഞാൻ കുറച്ച് ക്യാരക്ടർ സ്കിൽ സജസ്റ്റ് ചെയ്യാം. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഈ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്നൈപ്പർ ഗെയിം പ്ലേ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഗൈസ് അതിലൊന്നാമത് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ആണ് ഇത്. സ്കെയിലർ നിങ്ങളെ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ സഹായിക്കും. പിന്നെ റാഫേൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ ഏത് സ്നൈപ്പർ കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു ക്യാരക്ടറിനെ ഇടണം. നിങ്ങൾ സ്നൈപ്പർ വെച്ച് ഫയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സൈലൻസർ ഇല്ലെങ്കിലും ഈ ക്യാരക്ടർ നിങ്ങൾ എക്യൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൈലൻസ് ആയിക്കോളും. ആൻഡ് രണ്ടാമത്തെ വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നൈപ്പർ വെച്ച് ഒരു എനിമി നൂക്കിട്ടാൽ അത് നോർമലി നൂക്ക് ഫിനിഷ് ആവണതിന് പകരം 85% ഫാസ്റ്റ് ആയിട്ട് ആ നൂക്ക് ഫിനിഷ് ആവും. എന്തിനാണ് വെച്ചാൽ ഈ ക്യാരക്ടറിനെ ഒഴിവാക്കുന്നത്? മൂന്നാമത്തെ ക്യാരക്ടറാണ് മോക്കോ ചേച്ചി. ഗൈസ് ഈ ക്യാരക്ടർ സ്കില്ലിൻ്റെ പവർ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളൊരു എനിമിയെ ഫയർ ചെയ്ത് വെച്ചാൽ ആ ഒരു എനിമിയുടെ തലയുടെ മുകളിൽ ഒരു മാർക്കിംഗ് പോയിന്റ് വരുന്നതായിരിക്കും കുറച്ച് നേരത്തേക്ക്. അതാണ് ഇതിൻ്റെ എബിലിറ്റി എന്ന് വെച്ചാൽ. പിന്നെ നാലാമത്തെ ക്യാരക്ടറാണ് മാരോ ക്യാരക്ടർ. ഇത് വെച്ചാൽ മുത്തേ സ്നൈപ്പറിന് നല്ല അഡ്വാൻറ്റേജ്
ആണ് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ എസ്പെഷ്യലി BR പ്ലേയേഴ്സിന്. കാരണം ഈ ക്യാരക്ടറിന്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഡാമേജ് കൂടും, അതും അപ് ടു 25% വരെ. സോ സ്നൈപ്പർ പ്ലേയേഴ്സ് ഇത് ഇക്വിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ഇവിടെ പെറ്റായിട്ട് യൂസ് ചെയ്തത് ഈ ഡ്രാഗൺ പെറ്റാണ്. ഞാൻ ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ സജസ്റ്റ് ചെയ്തത് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നിങ്ങളുടെ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ഉപയോഗിക്കാം. പലതരം ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ഉണ്ട്, ലൈക്ക് ഇതുപോലെ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. പക്ഷേ ഈ കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് വിചാരിച്ച് നിങ്ങൾ സ്നൈപ്പർ പ്രോ പ്ലെയർ ആവുന്നൊന്നുമില്ല. പ്രോ പ്ലെയർ ആവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്ടീസ് എന്നുള്ളത്. അത് ഞാൻ പറയണമെന്നുള്ള ആവശ്യമില്ല. കേസ് നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ട് പോയി കളിച്ചാൽ നിങ്ങളുടെ സ്നൈപ്പർ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആവും. പക്ഷെ ലോങ് സ്നൈപ്പിന് വേണ്ടി നിങ്ങൾ BR ഗെയിം പ്ലേ കളിക്കുക, ആൻഡ് സ്ട്രാറ്റജി ആയിട്ട് കളിക്കുക നിങ്ങൾ CS കളിക്കുക. സോ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഫ്രീ ഫയർ സെൻസിറ്റിവിറ്റി തരുന്ന ആപ്പുകൾ ട്രൈ ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.